ഒമാനിലെ മസ്കറ്റിൽ നിന്ന് നമ്മൾ സലാലിലേക്ക് ബസ് വഴിയാണ് യാത്ര തിരിച്ചത്. സലാലിൻ്റെ ബോർഡർ എത്തിയതും ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. ഈ കോടമഞ്ഞും ചാറ്റൽ മഴയാണ് ഞങ്ങളെ സ്വീകരിച്ചത്. കേരളത്തിൻ്റെ അതേ തനി പകർപ്പ് എന്ന് തന്നെ പറയാം. അവിടെ തെങ്ങ്, വാഴ, കവുങ്ങ്, കരിമ്പ് എന്നിങ്ങനെ കേരളത്തിൽ കാണുന്ന എല്ലാ മരങ്ങളും ഇവിടെയും കാണാൻ കിട്ടുന്നുണ്ട്. കേരളത്തിൻ്റെ അതേ മൺസൂൺ കാലാവസ്ഥയാണ് സലാലിൽ നമുക്കും കാണാൻ പറ്റുന്നത്. ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിൽ കേരളത്തിൻ്റെ അതേ കാലാവസ്ഥ എങ്ങനെ വന്നു എന്ന് എനിക്ക് ഡൗട്ടായി. ഡ്രൈവറും ഗൈഡും ആയ ഒരു മലയാളി നമുക്ക് ഗൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങേരോട് ഞാൻ ഈ ഡൗട്ട് പലപ്പോഴായി ചോദിച്ചു. അപ്പോൾ അങ്ങേര് പറഞ്ഞു തന്ന കാര്യം എന്താ വെച്ചാൽ, കേരളത്തിലെ പണ്ടത്തെ രാജാവായ ചേരമാൻ പെരുമാളിൻ്റെ കഥയാണ്. പണ്ടത്തെ ഒരു ചരിത്രവുമായിട്ട് നല്ല ബന്ധമുണ്ട് ഈ കാലാവസ്ഥ മാറ്റത്തിന്. 40-45 ഡിഗ്രി ചൂട് ഒമാനിലും, അതേപോലെ തന്നെ ഈ ചാറ്റൽ മഴയും മഞ്ഞും മഴയെല്ലാം ഒമാനിലെ സലാലിൽ. ആദ്യം ആര് പോവാണെങ്കിലും ശരിക്കും ഞെട്ടിച്ചു കളയും എല്ലാവരെയും. ഈ കാണുന്നതാണ് ഒമാനിലെ പ്രധാനപ്പെട്ട ഒരു ഫ്രൂട്ട് മാർക്കറ്റ്. ഈ കാണുന്ന ഫലങ്ങളെല്ലാം ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. സലാലിൽ എപ്പോഴും ആൾക്കാർ കൂടുതൽ സീസൺ സമയത്ത് മാത്രമേ വരാറുള്ളൂ. ഖരീഫ് സീസൺ എന്നാണ് ഇവിടെ പറയാനുള്ളത്, അഥവാ മഴക്കാലം. ഖരീഫ് സീസൺ സമയത്ത് GCC കൺട്രിയിൽ നിന്നെല്ലാം ഇവിടെ ആൾക്കാർ വരാറുണ്ട്. GCC കൺട്രിയിൽ എവിടെയും ഇങ്ങനത്തെ ഒരു കാലാവസ്ഥയും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറും എവിടെയും കാണാൻ കിട്ടില്ല. സലാലിലുള്ള എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലേക്കും ട്രാൻസ്പോർട്ട് സൗകര്യങ്ങൾ അങ്ങനെയൊന്നുമില്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കൂടുതലും ആശ്രയിക്കുന്നത് ഈ പബ്ലിക് ട്രാൻസ്പോർട്ടേഷനാണ്. സലാലിൽ പൊതുവെ ബസ് സൗകര്യങ്ങളെല്ലാം കുറവാണ്. ഇവിടുത്തെ ചാറ്റൽ മഴയും മഞ്ഞും കാറ്റും മഴയെല്ലാം സഞ്ചാരികളെ ഒരുപോലെ സ്വാധീനം ചെയ്യുന്നുണ്ട്. സലാലിയിലെ സ്വദേശികൾ പൊതുവെ മാന്യമായിട്ടുള്ള ആൾക്കാരാണ്. ആരോട് എങ്ങനെ പെരുമാറണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. മാന്യമായ രീതിയിലാണ് അവിടെ അടുത്തുള്ള സ്വദേശികൾ എല്ലാവരെയും സ്വീകരിക്കുന്നത്. പക്ഷേ മസ്കറ്റിൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഞാൻ അവിടെ കണ്ടത്. നമ്മുടെ നാട്ടിൽ പോലെ തന്നെ പശുവും ആടും മാടും എല്ലാം ഈ കുന്നിൻ പ്രദേശങ്ങളിൽ മേനി നടക്കുന്നത് കാണാം.